നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എന്താണ് അഷ്ടസിദ്ധികൾ? അതായത് 8 സിദ്ധികളാണ് അഷ്ടസിദ്ധി കൊണ്ട് അർത്ഥമാക്കുന്നത്. 9 നിധികൾ, നവനിധി എന്ന് പറയും. ആമാനുഷിക ശക്തികളും നിധികളുമാണ് ഇത്. ഹനുമാൻ ചാലിസയിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പരാമർശിച്ചിരിക്കുന്നു. ഹനുമാന് 8 സിദ്ധികൾ ഉണ്ടെന്ന് മാത്രമല്ല, സീതാദേവി അഷ്ടസിദ്ധി നൗ നിധിക്കേ ദാത, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അഷ്ടസിദ്ധി നൽകാൻ കഴിയുന്ന ഒരാളായി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. സീതാദേവിയെ കണ്ടെത്താനുള്ള തൻ്റെ ദൗത്യത്തിൽ ഹനുമാൻ ആദ്യമായി ലങ്കയിലെത്തുമ്പോൾ ശത്രുരാജ്യത്ത് വ്യതിരക്തമായിരിക്കാൻ അദ്ദേഹം അനിമ ഉപയോഗിക്കുന്നു. ആദ്യമായി സീതയെ സമീപിക്കുമ്പോൾ അദ്ദേഹം അത് വീണ്ടും ഉപയോഗിക്കുന്നു. ദേവിയെ ഭയപ്പെടുത്താതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ വലിപ്പം ഒരു കുട്ടിയുടേതായി കുറച്ചു കാണിക്കുന്നുണ്ട്. ഭൂതങ്ങളെ മറികടക്കാനും കീഴടക്കാനും അദ്ദേഹം മഹിമ ഉപയോഗിക്കുന്നു. രാക്ഷസ രാജാവായ രാവണൻ്റെ ശിങ്കിടികൾ ഹനുമാനെ പിടികൂടി കൊട്ടാര സദസ്സിൽ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം തൻ്റെ ശക്തി കാണിക്കാൻ ഗരിമ ഉപയോഗിക്കുന്നു. ശക്തനായ രാവണന് പോലും ഹനുമാന്റെ വാല് ഉയർത്താൻ കഴിഞ്ഞില്ല. ഇനി ഏതൊക്കെയാണ് അഷ്ടസിദ്ധികൾ എന്ന് നമുക്ക് നോക്കാം. അനിമ. 8 സിദ്ധികളിൽ ആദ്യത്തേതാണ് അനിമ. സ്വന്തം ശരീരത്തെ ഒരു സൂക്ഷ്മ തന്മാത്രയ്ക്ക് തുല്യമാക്കാനുള്ള ശക്തി എന്നാണ് ഇതിനർത്ഥം. സാധാരണ കണ്ണുകൊണ്ട് നമുക്ക് ആറ്റത്തെ കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ സിദ്ധിയും. അനിമസിദ്ധി നേടിയ ശേഷം മറ്റാർക്കും നിങ്ങളെ കാണാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര സൂക്ഷ്മമായി നിർമ്മിക്കാൻ കഴിയും. രണ്ടാമത്തെ സിദ്ധിയായ മഹിമ അനിമയുടെ നേർവിപരീതമായ സിദ്ധിയാണ്. ഇതിലൂടെ ശരീരത്തിന് പരിധിയില്ലാത്ത വിശാലത നൽകാനാകും. ശരീരം എത്ര വേണമെങ്കിലും വലുതാക്കാം. ഖരിമ. ഈ നേട്ടത്തിൻ്റെ ബലത്തിൽ ഒരാളുടെ ശരീരത്തിൻ്റെ ഭാരം പരിധിയില്ലാതെ വർദ്ധിപ്പിക്കുവാൻ കഴിയും. ഇതിൽ ശരീരത്തിൻ്റെ വലിപ്പം അതേപടി തുടരുന്നു. എന്നാൽ ഒരാൾക്ക് അനങ്ങാൻ പോലും കഴിയാത്ത വിധം ഭാരം വർദ്ധിപ്പിക്കുവാനും ഗരിമ എന്ന സിദ്ധി കൊണ്ട് സാധിക്കും. ലഖിമ. അഷ്ടസിദ്ധികളിൽ 4ാമത്തേതാണ് ഈ സിദ്ധി. ഇതിൽ ഗരിമയ്ക്ക് എതിർവശത്തുള്ള ലഖിമയിൽ ശരീരത്തിൻ്റെ ഭാരം ഏതാണ്ട് ഇല്ലാതാക്കാൻ കഴിയും. ഇതിൽ ശരീരം വായുവിനേക്കാൾ വേഗത്തിൽ പറന്നു പോകും വിധം കനം കുറഞ്ഞതായി തീരുന്നു. അടുത്ത സിദ്ധി പ്രാപ്തിയാണ്. ഈ സിദ്ധി നേടിയ ആൾക്ക് ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പോകാം. ഇഷ്ടാനുസരണം അദൃശ്യനാകാം. പ്രാകാമ്യ എന്ന സിദ്ധിയിലൂടെ ബലത്തിൽ മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാം. മുന്നിലുള്ള ആൾ എന്താണ് ചിന്തിക്കുന്നത്, അയാൾക്ക് എന്താണ് വേണ്ടത്, എന്ത് ഉദ്ദേശത്തോടെയാണ് അയാൾ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്, ഇതെല്ലാം പ്രാകാമ്യ എന്ന സിദ്ധിയിലൂടെ സാധ്യമാണ്. ഇഷിത്വ. ഈ നേട്ടത്തിലൂടെ ഒരാൾക്ക് ദൈവതുല്യമായ പദവി നേടാനാകും. ഈ നേട്ടം കൈവരിച്ച ആളെ ലോകം ആരാധിക്കുന്നു. വശിത്വ. ഈ സിദ്ധി അഷ്ടസിദ്ധികളിൽ 8ാമത്തേതാണ്. ഈ സിദ്ധിയിലൂടെ ആരെയും അദ്ദേഹത്തിൻ്റെ അടിമയാക്കാം. ഈ സിദ്ധി ഉള്ള ഒരാൾക്ക് ആരെയും കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പത്തിൽ കഴിയും. ഇനി 9 നിധികൾ, അതായത് നവനിധി എന്താണെന്ന് നോക്കാം. ഈ നവനിധികൾ പലപ്പോഴും സമ്പത്തിൻ്റെ ദേവനായ കുബേരനുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അവ കൈവശമുള്ളവർക്ക് ശക്തിയും സമൃദ്ധിയും വിജയവും നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ അഷ്ടസിദ്ധിയും നവനിധിയും ഒരുപോലെ ഉള്ള ആളാണ് ശ്രീ ഹനുമാൻ. അദ്ദേഹത്തിനെ ആരാധിക്കുന്നവർക്ക് അത് നൽകുവാനുള്ള അധികാരം ഹനുമാന് സീതാമാതാവ് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. നവനിധികൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. പത്മനിധി. ഈ നിധിയിൽ നിന്നാണ് സാത്വികതയുടെ ഗുണങ്ങൾ വികസിക്കുന്നത്. അത്തരമൊരു വ്യക്തി സ്വർണം, വെള്ളി മുതലായവ ദാനം ചെയ്യുന്നു. മഹാപത്മനിധി. ഇതിൽ മതവികാരങ്ങളിൽ കൂടി ദാനം ചെയ്യാനുള്ള കഴിവാണ് വരുന്നത്. നീൽനിധി. നീൽനിധി ഉള്ളതിനാൽ ഒരു വ്യക്തി സ്വാത്വികനായി തുടരുന്നു. അയാൾക്ക് ഒരിക്കലും പണത്തിൻ്റെ കുറവ് ഉണ്ടാകുകയില്ല. സ്വത്ത് 3 തലമുറകളോളം നിലനിൽക്കും. മുകുന്ദനിധി. ഇത് രജോ ഗുണങ്ങളെ വികസിപ്പിക്കുന്നു. അതായത് ആ വ്യക്തി സ്ഥലങ്ങൾ, അതായത് രാജ്യശേഖരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. നന്ദനിധി. നന്ദനിധി ഉള്ളവന് രജസ് തമസ് ഗുണങ്ങൾ ധാരാളമുണ്ട്. മകരനിധി. മകരനിധി ഉള്ളവൻ വലിയ ആയുധങ്ങളാണ് ശേഖരിക്കുന്നത്. കച്ചപ് നിധി. കച്ചപ് നിധി ഉള്ള ഒരാൾ തൻ്റെ സമ്പത്ത് സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കുന്നു. ശംഖനിധി. ഈ നിധി ഒരു തലമുറയ്ക്കുള്ളതാണ്. ഈ നിധി ഉണ്ടെങ്കിൽ അവൻ അനുപമമായ സമ്പത്തിൻ്റെ ഉടമയാണ്. ഗർവനിധി. ഗർവനിധി ഉള്ളവൻ എതിരാളികളെയും ശത്രുക്കളെയും ജയിക്കുന്നു. ഭഗവാൻ ഹനുമാന്റെ കൈവശമുള്ള അഷ്ടസിദ്ധികളും നവനിധികളും ഇവയൊക്കെ തന്നെയാണ്. ഭഗവാൻ ഹനുമാന്റെ കൈവശമുള്ള ഈ അഷ്ടസിദ്ധികളും നവനിധികളുമാണ് അദ്ദേഹത്തിന് അവിശ്വസനീയമായ ശക്തികൾ നൽകുകയും അദ്ദേഹത്തെ ശക്തനാക്കുകയും ചെയ്യുന്നത്.
ഖനികൾ, ധാതുക്കൾ, മൺപാത്രങ്ങൾ, സമുദ്രവിഭവങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നവനിധികളെ നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. മഹാപത്മനിധി ധാതുക്കളും ആഭരണങ്ങളുമുള്ള ഹിമാലയത്തിലെ പത്മത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള തടാകമായാണ് മഹാപത്മനിധി കണക്കാക്കുന്നത്. പത്മനിധി ധാതുക്കളും ആഭരണങ്ങളുമുള്ള ഹിമാലയത്തിലെ ആ തടാകം. ശംഖുനിധി ഹിന്ദു ദൈവമായ വിഷ്ണുവിൻ്റെ പവിത്രമായ ചിഹ്നമാണല്ലോ ശംഖ്. അതിനെ തന്നെയാണ് ശംഖുനിധിയായിട്ട് സൂചിപ്പിക്കുന്നത്. മകരനിധി പത്മിനിയുടെ പര്യായപദം ഗംഗാദേവിയുടെയും കടൽദേവനായ വരുണൻ്റെയും വാഹനമായി കണക്കാക്കപ്പെടുന്നു. കച്ചപനിധി കടലാമയുടെ പുറംതൊലിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുകുന്ദനിധി കടൽ മൂലകങ്ങളെയും വെള്ളിയെയും സൂചിപ്പിക്കുന്നു. നന്ദനിധി ഇതും കടലിൽ നിന്ന് ലഭിക്കുന്ന വിവിധ തരത്തിലുള്ള ദ്രവ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നീലനിധി ഇത് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു മെറ്റലിനെയും സൂചിപ്പിക്കുന്നു. കർവനിധി സൂചിപ്പിക്കുന്നത് വിവിധ തരത്തിലുള്ള പാത്രങ്ങളെയാണ്. ഇങ്ങനെ അഷ്ടസിദ്ധിയും നവനിധിയും നമുക്ക് ഇന്നത്തെ കാലവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. കലിയുഗത്തിൽ നമുക്ക് ചുറ്റുമുള്ള അനേകം വ്യതിചലനങ്ങൾ കാരണം സിദ്ധിയും നിധിയും ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് ത്രേതായുഗത്തേക്കാൾ എളുപ്പമാണ്. കാരണം കാലദൈർഘ്യം കലിയുഗത്തിൽ ത്രേതായുഗത്തേക്കാൾ വളരെ വേഗതയുള്ളതാണ്. സിദ്ധികളെയും നിധികളെയും കണ്ടെത്താനുള്ള ഒരേയൊരു മാർഗം ധ്യാനത്തിൻ്റെയും യോഗയുടെയും പരിശീലനമാണ്. യോഗയാണ് ആത്മീയതയിലേക്കുള്ള വഴി. ധ്യാനം ആത്മീയ ഊർജത്തിൻ്റെ ഉറവിടമാണ്. സംയോജനവും ദീർഘവും കഠിനവുമായ പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടാനുള്ള ആത്മീയ ശക്തി കൈവരിക്കുവാൻ ഇതുവഴി സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടുവാനും സാധിക്കും. പക്ഷേ ഈ പ്രക്രിയ ജീവിതകാലം വരെ അനന്തമായി നീളുന്നതുമാണ്. ഈ കലിയുഗത്തിൽ ശ്രീരാമനാമം ജപിക്കുന്നതിനൊപ്പം അഷ്ടസിദ്ധിയും നവനിധികളും പ്രാപ്തമാക്കിയ ശ്രീ ഹനുമാന്റെ, സീതാമാതാവിൻ്റെ അനുഗ്രഹമുള്ള ശ്രീ ഹനുമാന്റെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും വളരെയധികം അനുഗ്രഹമുള്ളതായി തീരുന്നതാണ്.